ഹായ് ഗായ്സ്, വെൽക്കം ടു CREATiVE. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഇൻഡോർ പ്ലാന്റിങ് നടാൻ പറ്റുന്ന ചെടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോ ആണ്. സോ ചെടി ഞാൻ ഇപ്പോൾ തന്നെ കാട്ടിത്തരാം. ഇതാണ് നമ്മളെ ചെടി, ഇൻഡോർ പ്ലാന്റിങ് ഉണ്ടാക്കിയെടുക്കാനുള്ള ചെടി. ഒരു നല്ലൊരു കൂൾ ചെടി ആയിരിക്കും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റിങ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. സോ ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്ത ചട്ടി ഇതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം അത് ഉപയോഗിച്ചിട്ട്. ഇതിപ്പോൾ 2 പീസായിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ബേസും അതേപോലെ തന്നെ രണ്ടാമത്തെയാണ് ചട്ടി ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചത്. ഇതാണ് ഞാൻ നടാൻ പോണ ചെടി. ഞാൻ രണ്ട് കോട്ടൺ തുണി ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചട്ടീൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി കൊടുക്കാനാണ്. അത് കയറ്റി കൊടുക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അത് കയറ്റി കൊടുക്കാം. ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സോൾഡറിങ് അയണാണ് ഉപയോഗിക്കുന്നത്. സോൾഡറിങ് അയൺ കൊണ്ട് അത് ഹോൾ ഉണ്ടാക്കാം. ഈ കോട്ടൺ തുണി കയറി പോകുന്ന വലിപ്പമുള്ള 2 ഹോൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ കോട്ടൺ തുണി ആ ഹോളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ 2 ഹോള് കാണാൻ പറ്റും. ഇനി ആ കോട്ടൺ തുണി ആ ഹോളിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റി കൊടുക്കാം. നിങ്ങൾ 2 കോട്ടൺ തുണിയും കയറ്റി കൊടുക്കുക ഇതേപോലെ. പിന്നെ നിങ്ങൾക്ക് എക്സസ് തന്നെ വേണമെങ്കിൽ മുറിച്ച് കളയാം. ഇത് ഈ ഒരു അളവിനനുസരിച്ച് നിങ്ങൾ കയറ്റി കൊടുക്കുക. ഓവർ കയറ്റി കൊടുക്കേണ്ട, അത് കാണാത്ത രീതിയിലാക്കണം. കാരണം നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റിങ്ങിനായിട്ട് ഒരു വൃത്തി കിട്ടണം, അതുകൊണ്ട് കാണാൻ പാടില്ല. ഇനി എൻ്റെ എക്സസ് വരുന്ന പാർട്ടൊന്ന് മുറിച്ച് കളയാം. ഇതിപ്പോൾ കുറച്ച് എക്സസ് വരുന്നുണ്ട്, അതൊന്ന് മുറിച്ച് കളയുന്നുണ്ട് ഞാൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ബേസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. ആ വെള്ളം ഈ തുണി അത് വലിച്ചെടുക്കും. സോ നമുക്ക് എപ്പോഴും ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട അത്യാവശ്യം വരില്ല. ഒരു ആഴ്ചക്ക് ഒരിക്കലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ടിട്ട് നമ്മളെ തുണിയെ സെറ്റായി കൊടുക്കാം അവിടെ. ഇപ്പോൾ അങ്ങനെ മണ്ണിട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ. ഇനി ഞാൻ ചെടി നട്ടു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ ചെടീൻ്റെ കവർ ആദ്യം ഒന്ന് കീറി കൊടുക്കാം. അത് കീറാനായിട്ട് ഞങ്ങൾക്ക് അത്രയും ഉപയോഗിക്കുന്നത്. ഇനി അത് നട്ടു കൊടുക്കാം. ഞാൻ ചട്ടീൻ്റെ ഉള്ളിൽ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. കറക്റ്റായി നടുക, അത്യാവശ്യം സെൻറ്ററിലൊക്കെ ആക്കി നടുക. ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് അതൊന്ന് ടൈറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇനി കുറച്ച് പായൽ എൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് പായലെടുക്കാം പോയിട്ട്. ഇനി ആ പായലൊന്ന് എടുക്കാം. പായലെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഉള്ളിയാണ്. ഞാൻ ഉള്ളി കൊണ്ട് ഉരച്ചൊരിച്ച് ആ പായലൊക്കെ എടുക്കാം.
ഇപ്പം കുറച്ച് പായലെടുത്തിട്ടുണ്ട്. ഇനി ആ പായലെല്ലാം സെറ്റാക്കി കൊടുക്കാം. ഇനി ആ പായൽ നിങ്ങൾ ആ ചട്ടീൻ്റെ ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പായൽ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുണ്ടാവും. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് പായൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നേച്ചർ ഫ്രണ്ട്ലി ആയിരിക്കും. സോ നല്ലൊരു പായലൊക്കെ വെച്ച് കൊടുക്കുക. നിങ്ങൾ ആ ചെടിച്ചട്ടീൻ്റെ ചുറ്റും പായലൊക്കെ വെച്ച് കൊടുക്കുക. ഹോൾസിലൊക്കെ പരമാവധി മറയ്ക്കാൻ ശ്രമിക്കുക പായലൊക്കെ വെച്ചിട്ട്. ഇതിപ്പോൾ എങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പായലൊക്കെ വെച്ചിട്ട് ഈ പാല് ഇനി പിടിച്ചെടുക്കാൻ 2 ദിവസമൊക്കെ എടുക്കും. 2 ദിവസം കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. പടർന്നൊക്കെ പിടിച്ച് സൂപ്പറാവും. ആ പായലിൽ കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ സ്പ്രേ എടുത്തിട്ടുള്ളത്. ഞാൻ ആ സ്പ്രേ കൊണ്ട് നമ്മളെ പായലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ആ പായലിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചട്ടിയിൽ പായലൊക്കെ ഇറച്ചിട്ടുണ്ട്. പായലരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പായലൊക്കെ ഇറച്ചിട്ട്. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ബേസ് വെച്ച് കൊടുക്കാം. സോ ബേസ് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള പറഞ്ഞത് ബേസ് എടുത്തിട്ട് ആ ബേസിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചെടിച്ചട്ടി ആ ബേസിലോട്ടൊന്ന് ഇറക്കി വെക്കുക. നമ്മൾ ആ കോട്ടൺ തുണി ആ വെള്ളത്തിൽ തട്ടണം. അങ്ങനത്തെ രീതിയിൽ ഇറക്കി വെക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. സോ ഇതാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വോയിസിന് കുറച്ച് അതൊന്നും പറയണ്ട, കാരണം നല്ല കാറ്റുണ്ട്. കാറ്റിൻ്റെ വോയിസൊക്കെ വരുമായിരിക്കും. അപ്പം നമുക്ക് നേരെ നമ്മൾ ചെടിയിലോട്ട് പോവാം. സോ നമ്മൾ ഇൻഡോർ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ പായലൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങളെ കമൻറ്റ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം. സോ ഇതെന്താ പായൽ 2 ദിവസമൊക്കെ എടുക്കുമെന്ന് സെറ്റായി വരാൻ, അതേപോലെ തന്നെ ചെടിയൊന്നും പിടിച്ചു വരാൻ. സോ എൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തുണിയിലൂടെ വെള്ളം വലിച്ചെടുക്കും. ഇവിടെ ഒഴിച്ച വെള്ളം വലിച്ചെടുത്തിട്ട് നമ്മൾ ചെടിയിലോട്ട് വെള്ളം കൊടുക്കും. സോ അത്രയുള്ള എൻ്റെ വർക്കിംഗ് ഒക്കെ. പിന്നെ നിങ്ങൾക്ക് ഇത് വീടിൻ്റെ ഉള്ളിലേക്ക് ഇൻഡോർ പ്ലാന്റിങ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഈ ചട്ടീൻ്റെ ലിങ്ക് ഞാൻ ചട്ടീൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. സോ ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.